അന്നൊരു ഈസ്റ്റർ ഞായറാഴ്ചയായിരുന്നു. സൂര്യക്കുള്ള ഫ്രണ്ടിൻ്റെ ഫ്ലാറ്റിൽ നിന്ന് മൂക്കുമുട്ട ചിക്കൻ ബിരിയാണി അടിച്ച് നമ്മൾ റോഡ് മാർഗം ഈ 100 എങ്ങോട്ടാണെന്നായിരിക്കും അല്ലേ? അത് വേറെ എങ്ങോട്ടേക്കുമല്ല, ലോകത്തിലെ 4 ഫാഷൻ ക്യാപിറ്റലുകളിൽ ഒന്നായ ഇറ്റലിയിലെ മിലാനിലേക്കാണ്. പഴമയുടെ ചരിത്രവും പുതുമയുടെ ഫാഷനും ഒരുമിച്ച് കൈകോർത്ത് കിടക്കുന്ന മിലാനിലേക്ക് സ്വാഗതം. ഇവിടെ നമ്മൾ ആദ്യമായി കണ്ടത് ആർക്കോ ഡെല്ല പാച്ചെ അല്ലെങ്കിൽ ആർക്ക് ഓഫ് പീസ് എന്ന് പറയുന്ന ഈ ഒരു സിറ്റി ഗേറ്റ് ആണ്. ഇത് 19th സെഞ്ച്വറിയിൽ നെപ്പോളിയന് വേണ്ടിയിട്ട് പണി കഴിപ്പിച്ചതാണെന്നാണ് പറയപ്പെടുന്നത്. ഇവർക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പല വെറൈറ്റി ട്രാമുകളാണുള്ളത്. ഇവർ 1928 പീറ്റർ വിൽസ് എന്ന് പറയുന്ന ഒരു ട്രാം ഇപ്പോഴും പ്രിസർവ് ചെയ്തിട്ടുണ്ട്. അതാണ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ട്രാം. നമ്മളിവിടെ ഓവർനൈറ്റ് സ്റ്റേ ചെയ്തിട്ട് നാളെ മിലാൻ ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് പോകാനാണ് പ്ലാൻ. ഇതായിരുന്നു നമ്മുടെ Airbnb. അങ്ങനെ അടുത്ത ദിവസം രാവിലെ നമ്മൾ ആദ്യമായിട്ട് പോകുന്നത് മിലാൻ സെൻട്രലിലേക്കാണ്. അവിടുത്തെ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ, അതായത് ഫേമസ് റെയിൽവേ സ്റ്റേഷനാണ്. അവിടേക്കാണ് ഇപ്പോൾ നമ്മൾ പോയേക്കുന്നത്. സെൻട്രൽ സ്റ്റേഷൻ്റെ അതിമനോഹരമായ അകമൊക്കെ ഒന്ന് കാണണം. കൂടാതെ ഈ ഒരു ഭീമാകാരനായ ആപ്പിൾ കൂടി കാണണം. 8 മീറ്റർ നീളവും 7 മീറ്റർ വീതിയും 11 ടൺ വെയിറ്റുമുള്ള ഈ ഒരു ആപ്പിളിൻ്റെ പേരാണ് ആപ്പിൾ മെയ്ഡ് ഹോൾ അഗെയിൻ എന്നാണ്. ഈ കടിച്ചെടുത്ത ആപ്പിളിൻ്റെ കഷ്ണം തിരിച്ചു വെക്കുന്നത് വഴി ടെക്നോളജി മൂലം നഷ്ടപ്പെട്ടു പോയ നേച്ചറിലെ ഹ്യൂമാനിറ്റിയെ റീസ്റ്റോർ ചെയ്യുക എന്നൊരർത്ഥം കൂടി ഇതിനുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അതെന്തെങ്കിലും ആവട്ടെ, അതിനെപ്പറ്റി ഒന്നും കൂടുതൽ ചിന്തിക്കാതെ നമ്മൾ നേരെ സെൻട്രൽ സ്റ്റേഷനകത്ത് കയറി അതിനകത്തുള്ള ബിൽഡിങ്ങിനകത്തുള്ള വർക്ക്സ് ഒക്കെ കണ്ടു. എനിക്ക് പാഡിങ്ടൺ സ്റ്റേഷൻ പോലെയാണ് കേട്ടോ ഇതിനകം കണ്ടപ്പോൾ തോന്നിയത്. അവിടെ നിന്ന് നമ്മൾ അടുത്തതായി പോയത് ലോകത്തിലെ 3rd ലാർജസ്റ്റ് കത്തീഡ്രലായ ഡ്യുമോ ദി മിലാനോ അഥവാ മിലാൻ കത്തീഡ്രൽ കാണാൻ വേണ്ടിയിട്ടാണ്. ഈ കത്തീഡ്രലിനകത്താണ് ജീസസ് ക്രൈസ്റ്റിനെ കുരിശ് തിറക്കാൻ ഉപയോഗിച്ച ഒരാണി, അതായത് ഹോളി നെയിൽ റിലേക്ക് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നതെന്ന് പറയപ്പെടുന്നത്. 600 വർഷങ്ങൾ കൊണ്ട് മാർബിളിൽ ഗോത്തിക് സ്റ്റൈലിൽ പണിഞ്ഞ ഈ കത്തീഡ്രൽ 2nd ലാർജസ്റ്റ് കത്തീഡ്രൽ ഇൻ യൂറോപ്പ് കൂടിയാണ്. അങ്ങനെ മിലാൻ കത്തീഡ്രൽ കണ്ടതിന് ശേഷം നമ്മൾ അടുത്തതായി കാണുന്നത് ഗലേറിയ വിറ്റോറിയോ ഇമാനുവല്ലി 2 എന്ന് പറയുന്ന ഈ ഒരു ഷോപ്പിംഗ് ആർക്കേഡാണ്. ഇത് ഓൾഡസ്റ്റ് ആക്റ്റീവ് ഷോപ്പിംഗ് ആർക്കേഡ് ഇൻ ഇറ്റലിയാണ്. ഇതിൻ്റെ ഗ്ലാസ് റൂഫ് ടോപ്പാണ് ഇതിൻ്റെ പ്രത്യേകത. ഇനി അടുത്തായിട്ട് നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തുന്നത് 2014 പണി കഴിപ്പിച്ച വെർട്ടിക്കൽ അർബൻ ഫോറസ്റ്റ് ആയ ബോസ്കോ വെർട്ടിക്കാലെ എന്ന് പറയുന്ന ഈ ഒരു ഫ്ലാറ്റാണ്. 116 84 മീറ്റർ നീളമുള്ള സ്കൈസ്കേപ്പേഴ്സ്. അർബൻ ഏരിയകൾ കുറച്ചുകൂടെ ഗ്രീൻ ആക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു 2 ഫ്ലാറ്റിലായിട്ട് തന്നെ 90 പ്ലാന്റ് സ്പീഷീസാണ് അവർ വെച്ചിരിക്കുന്നത്. ഇറ്റലി വരെ വന്നിട്ട് അവരുടെ സ്വന്തം പിസ്സ കഴിക്കാതെ പോകുന്ന മോശമല്ലേ? അപ്പോൾ നമ്മൾ അവിടെയുള്ള ഒരു ലോക്കൽ കടയിൽ കയറി അവിടുത്തെ പിസ്സയൊക്കെ ടേസ്റ്റ് ചെയ്തു. മിലാൻ കണ്ടു മനസ്സും അവരുടെ പിസ്സ കഴിച്ച് വയറും ഒക്കെ നിറഞ്ഞ് ആ ഒരു സന്തോഷത്തിൽ നമ്മൾ തിരിച്ച് വേഗം സ്വിസ് ബോർഡറൊക്കെ കടന്ന് നേരെ സൂര്യക്കിലുള്ള ഫ്രണ്ടിൻ്റെ ഫ്ലാറ്റിലേക്ക് വെച്ച് പിടിച്ചു. ഇനി അടുത്ത ഒരു ട്രിപ്പിന് വേണ്ടി അടുത്ത ദിവസം തയ്യാറാകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു പുതിയ രാജ്യവുമായി അടുത്ത റീലിൽ ഞാൻ വരുന്നതാണ്. അതുവരെ എല്ലാവരും ടേക്ക് കെയർ.